ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് വയനാട്ടുകാരുടെ ന്യൂ ഇയർ ആഘോഷം അടിപൊളിയാക്കുന്ന ബോച്ചെ 1000 ഏക്കേഴ്സിലേക്കാണ് കേട്ടോ. അവിടെയാണ് ഇന്ന് ന്യൂ ഇയർ പ്രോഗ്രാം. റിമി ടോമിയൊക്കെ വരുന്ന നല്ല അടിപൊളി ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ യാത്ര ബൈക്കിലാണ് കേട്ടോ. സ്ഥലം എന്ന് പറയുന്നത് മേപ്പാടി കഴിഞ്ഞിട്ട് ചൂരൽമല റോഡിലാണ്, പോകുന്ന വഴിക്കാണ് 1000 ഏക്കേഴ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന ഒരു വഴി. നല്ല രീതിയിൽ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പം പകലായതുകൊണ്ടാണത് മനസ്സിലാവാത്തത്. നല്ല എന്താ പറയുക, തേയിലത്തോട്ടത്തിൻ്റെ ഫുൾ തേയിലത്തോട്ടങ്ങളുള്ള ഒരു ഏരിയ ആണ്. അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ. അവിടെ നമ്മൾ എത്താറായി. ഇതെന്ന് പറയുന്നത് അവിടെ ഒരു പഴയ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതാട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് ബോച്ചേൻ്റെ ഒരു അടിപൊളി വണ്ടിയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻറ്റുകളാണ്. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. പെർ ഹെഡ് 500 റുപ്പീസാണ് കേട്ടോ. നല്ലൊരു ആംബുലൻസിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം സെറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പോകുന്ന വഴിയിൽ നമുക്കൊരു പുഴയും കൂടി കാണാൻ പറ്റും കേട്ടോ. പുഴേൻ്റെ ഒരു സൈഡിലാണ് ഇത് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസത്തേക്കുള്ളൊരു അറേഞ്ച്മെൻറ്റ് കേട്ടോ. അപ്പം ആ ഒരു രീതിയിലാണ് സെറ്റാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാക്കിൽ കാണുന്നതാണ് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ടെൻറ്റുകൾ കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഒരു ചെറിയ പുഴേൻ്റെ സൈഡിലാണ് കേട്ടോ ഇവർ ഈ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നടക്കാൻ പോകുന്ന വേദി. ഇവിടെ ഇതൊക്കെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ, സ്റ്റേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. പിന്നെ ഫുൾ തേയില ആയതുകൊണ്ട് അങ്ങനെ തണലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വ്യൂ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇതോ അങ്ങോട്ടൊക്കെ ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ബബിൾ ഹട്ട്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇതാ വേറെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് പകൽ നമുക്കിവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. ആ ഒരു രീതിയിലാണ്. രാത്രിയാണ് ന്യൂ ഇയർ പ്രോഗ്രാമും റിമി ടോമിയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു ചെറിയ വേറൊരു ഹട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്കിവിടെ അതിന് മുമ്പേ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് കിടക്കാവുന്നതും ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാവുന്നതുമാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബബിൾ ഹട്ട് കേട്ടോ. നല്ല വ്യൂ ആണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ. ഇത് കാണുമ്പം എനിക്കുണ്ട് ഉള്ളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഉള്ളിൽ ഓപ്പൺ അല്ല, പുറമേ കൂടെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് നമ്മൾ ബബിൾ ഹട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഓപ്പൺ അല്ല കേട്ടോ. നല്ല അടിപൊളിയിൽ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു. അപ്പം മനോഹരമായിട്ടുള്ള ഈ വ്യൂസൊക്കെ കണ്ടു. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നു. അട്ടകടിയേറ്റില്ല, ഭാഗ്യം. അപ്പം ഇതൊക്കെയാണ് ബോച്ചെ 1000 ഏക്കേഴ്സിലെ ഇപ്പോൾ ഉള്ള വിശേഷങ്ങൾ. അപ്പം ഇന്ന് രാത്രി ന്യൂ ഇയർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബോച്ചയുടെ വണ്ടീൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു വന്നു. ഓക്കെ, താങ്ക് യു.